ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ട് ജാം എങ്ങനെ ഉണ്ടാക്കാം നോക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പഴുത്ത ചക്ക കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം ഉണ്ടാക്കാം. അതെങ്ങനെയെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 25 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയാണിത്, നല്ല മധുരമുള്ള ചക്കയാണ്. 25 എണ്ണം ഞാൻ കുരുവൊക്കെ കളഞ്ഞ് രണ്ട് കഷ്ണമാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അരിയണം നിർബന്ധമൊന്നുമില്ല, ഞാൻ അരിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം അത് വേവാവും. ഒരുപാട് സമയം അടുപ്പത്ത് കിടക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. നന്നായിട്ട് ഒരുപാട് വെന്തുടഞ്ഞ് പോകണം എന്നില്ല കേട്ടോ, വെറുതെ ഒന്ന് വേവിക്കണമെന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ജാമാണിത്. പൊതുവേ ഏത് ജാമായാലും ഫ്രൂട്ട് ജാമായാലും കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ബ്രെഡിൻ്റെ കൂടെ കൊടുക്കാം, ചപ്പാത്തീൻ്റെ കൂടെ കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമാണല്ലോ. അപ്പം ഞാനത് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കാൻ മാത്രം ശരിക്കും അതിലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിലായാലും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഞാൻ അരയാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കാത്തതാണ് നല്ലത്. ആ അര ഗ്ലാസ് വെള്ളം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴുള്ള ആ വെള്ളം തന്നെ മതി, കൂടുതൽ പിന്നെ വെള്ളം ഒഴിക്കൊന്നും വേണ്ട. അപ്പോൾ അതാ കണ്ടോ, ഞാൻ അരിച്ചെടുത്തപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച ചക്കയും ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഇഷ്ടമുള്ളത്രയും ഒഴിക്കുക, 3-4 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അര കപ്പ് പഞ്ചസാരയാണ്. 3 ടേബിൾ ചൂടായപ്പോൾ അതിലേക്ക് ചരച്ചതു. അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത്. അത് നെയ്യായാലും പഞ്ചസാരയായാലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നെയ്യ് കുറച്ചോ കൂട്ടിയോ ഇടാം, അതുപോലെ പഞ്ചസാരയും വേണമെങ്കിൽ കൂട്ടിയിടാം. ഞാനിത് നല്ല മധുരമുള്ള ചക്കയായത് കാരണം പഞ്ചസാര കുറച്ചതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ആ മെത്തേഡ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അധികം പാത്രത്തിൻ്റെ അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ ജാമിലൊക്കെ നമ്മൾ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതുകൊണ്ടാണ് അത് ഒരുപാട് അങ്ങനെ കേടാവാതിരിക്കുന്നത്. ഞാൻ ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ കുട്ടികൾക്കുള്ള വീട്ടിൽ ജാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ, കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാകുമ്പോൾ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കൊടുക്കുക. ഒരു ദോഷമില്ലാത്ത സംഭവമാണ്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണമില്ല. മാത്രമല്ല ചക്ക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കുമല്ലോ, അപ്പോൾ അതിലും ഒന്നും വിഷാംശമൊന്നും ഉണ്ടാവില്ല. ഞാൻ പക്ഷേ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, കേടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴണ ആ ഒരു ഇതിലാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ മുറിഞ്ഞ് വീഴണ ആ ഒരു ഇതാകുമ്പോഴാണ് ഇതിപ്പോൾ കറക്റ്റായി നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പ്രത്യേകിച്ചും പെട്ടെന്ന് അടി പിടിക്കും. നോൺ സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല. പിന്നെ നല്ല കളറുള്ള ചക്ക കിട്ടിയാൽ അത് നോക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ കളറുള്ള ചക്കയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. ആ ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചക്ക എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളൊരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കുക. ബ്രെഡിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.